നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകൾ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. മിഡ് ഈസ്റ്റ് അവറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ബിസിനസ് രംഗത്ത് 6 മാസത്തെ സന്ദർശക വിസ പ്രഖ്യാപിച്ച് UAE. വിസയിൽ മൾട്ടിപ്പിൾ എൻട്രി സൗകര്യം. സംരംഭകർക്കും ബിസിനസ് പങ്കാളികൾക്കും വിദഗ്ധരായ പ്രൊഫഷണലുകൾക്കും അപേക്ഷിക്കാം. 6 മാസത്തിൽ കൂടുതൽ സാധ്യതയുള്ള പാസ്പോർട്ടും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയും നിർബന്ധം. സൗദി റിയാലിന് ഔദ്യോഗിക ചിഹ്നമായി അറബിക് കാലിഗ്രഫി അടിസ്ഥാനമാക്കിയുള്ള ചിഹ്നം പുറത്തിറക്കിയത് ദേശീയ ബാങ്ക് സാമ. സൗദി റിയാലിന്റെ ഐഡന്റിറ്റി ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷ. സൗദിയിൽ ഉംറ തീർത്ഥാടകർക്ക് നിയന്ത്രണം. ഏപ്രിൽ 13 മുതൽ പ്രവേശനം വിലക്കി. ഏപ്രിൽ 28-ന് മുൻപ് മുഴുവൻ ഉംറ തീർത്ഥാടകരും രാജ്യം വിടണം. പിന്നീടുള്ള പ്രവേശനം ഹജ്ജിന് ശേഷമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ അവസാനിച്ചു. ഈ അധ്യയന വർഷം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1000-ലേറെ വിദ്യാർത്ഥികൾ. അധ്യാപക ദിനത്തിന്റെ ഭാഗമായി ഈ മാസം 23-ന് സ്കൂളുകൾക്ക് അവധി. റിപ്പോർട്ടുകൾ വിശദമായി പരിശോധിക്കാം. ഗസയിലെ പുനർനിർമ്മാണവും ഹമാസിന്റെ ഭാവി ഭരണവും ഉൾപ്പെടെ ചർച്ചയാകുന്ന GCC രാജ്യങ്ങളുടെ യോഗം നാളെ ചേരും. സൗദിയിലെ റിയാദിൽ ഗസയുമായി അതിര് പങ്കിടുന്ന ജോർദൻ, ഈജിപ്ത് രാഷ്ട്ര നേതാക്കളും സംബന്ധിക്കും. ട്രംപിന്റെ ഗസ പ്ലാനിൽ അറബ് രാജ്യങ്ങളുടെ ബദലാണ് യോഗത്തിൽ ചർച്ചയാകുന്നത്. സ്വകാര്യ സൗഹൃദ ചർച്ചയായതിനാൽ മാധ്യമങ്ങൾക്ക് നേരിട്ട് പ്രവേശനമുണ്ടാകില്ല. നാളത്തെ യോഗത്തിലെ ധാരണകൾ അടുത്ത മാസം 4-ന് ഈജിപ്തിൽ ചേരുന്ന അറബ് ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും. വിശദമായ വിവരങ്ങൾ റിയാദിൽ നിന്ന് അഫ്താബ് റഹ്മാൻ പങ്കുവയ്ക്കും. നാളെ വൈകിട്ടാണ് അറബ് രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട യോഗം നടക്കുന്നത്. GCC രാഷ്ട്രങ്ങളുടെ യോഗമാണിത്. ഒപ്പം തന്നെ അതിലേക്ക് പ്രത്യേകമായി 2 ക്ഷണിതാക്കളുണ്ട്. അതിലൊന്ന് ജോർദാനും മറ്റൊന്ന് ഈജിപ്തുമാണ്. ഈ 2 രാജ്യങ്ങളും ഗസയുമായി നേരിട്ട് അതിര് പങ്കിടുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന യോഗത്തിൽ ഗസയുടെ ഭാവിയുമായി ബന്ധപ്പെട്ടും പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക ചർച്ചകളാണ് നടക്കുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡൊണാൾഡ് ട്രംപ് നേരത്തെ US-ന്റെ ഗസ വിഷയത്തിലെ നിലപാട് പറഞ്ഞിരുന്നു. അതായത് ഗസക്കാരെ പുറന്തള്ളി അവിടെ പൂർണ്ണമായും മറ്റൊരു മേഖലയാക്കി മാറ്റണം, ഒപ്പം തന്നെ ഗസയിലുള്ള ആളുകളെ സമീപ പ്രദേശങ്ങളിലേക്ക് മാറ്റണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി. ആ പദ്ധതിക്കെതിരെ അറബ് രാഷ്ട്രങ്ങൾ രംഗത്ത് വന്നിരുന്നു. അങ്ങനെ രംഗത്ത് വന്ന സമയത്ത് ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും സൗദി അറേബ്യയിൽ എത്തുകയും സൗദി അറേബ്യയുമായി വിവിധ ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ചർച്ചയുടെ ചർച്ചയ്ക്ക് ശേഷം അവർ പറഞ്ഞത് ട്രംപിന്റെ ഗസ പ്ലാനുമായി ബന്ധപ്പെട്ട് അറബ് രാഷ്ട്രങ്ങളുടെ നിലപാട് ഞങ്ങൾ കേൾക്കും, മാത്രമല്ല അവർക്ക് ബദൽ സമർപ്പിക്കാനുണ്ടെങ്കിൽ അത് സമർപ്പിക്കട്ടെ എന്നൊരു നിലപാടാണ് ട്രംപ് പിന്നീട് എടുക്കുന്നത് കണ്ടത്. അതായത് നേരത്തെ എടുത്ത നിലപാടിൽ നിന്നും അദ്ദേഹം പിറകോട്ട് പോകുന്നതാണ് കണ്ടത്. ആ ഒരു സാഹചര്യത്തിൽ നാളെ നടക്കുന്ന യോഗത്തിൽ ഈജിപ്താണ് ഒരു കരട് നിലവിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. 2 കാര്യങ്ങളാണ് അതിൽ പ്രധാനമായും പറയുന്നത്. ഒന്ന് ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. ആ പുനർനിർമ്മാണം നടത്തി ഗസക്കാരെ അവിടെ തന്നെ പാർപ്പിക്കണം എന്നുള്ളതാണ് അതിൽ ഒന്നാമതായി പറയുന്നത്. അതിന് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ ഉണ്ടാകണം എന്നുള്ള കാര്യം അത് പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിൽ പറയുന്നത് ഗസയുടെ ഭാവിയുമായി ബന്ധപ്പെട്ടാണ്. അതായിരിക്കും ഒരു പക്ഷേ അടുത്ത വെടിനിർത്തൽ ചർച്ചകളെ പോലും നിർണായകമായി സ്വാധീനിക്കാൻ ഇടയുള്ള ഒരു ഘടകം. കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ പോലും ഇസ്രായേലും US-ഉം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഹമാസ് ഭരണത്തിൽ നിന്നും ഒഴിയണം. 2, ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കണം. അതായത് ഹമാസ് പൂർണ്ണമായും ആയുധം വെച്ച് പിൻവാങ്ങണം എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ നിർദ്ദേശം, അതായത് ഹമാസ് പൂർണ്ണമായും ഭരണത്തിൽ നിന്നും പിൻവാങ്ങണം എന്നുള്ള നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ഹമാസ് വക്താവ് കഴിഞ്ഞ ദിവസം നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതായത് സമാധാനത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഗസയിലെ ഭരണം വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അവർ ഹമാസ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായ ഒരു നിലപാടായിട്ടാണ് ഇതിലെ മധ്യസ്ഥർ കാണുന്നത്. അതേസമയം തന്നെ ഇസ്രായേലി മാധ്യമങ്ങൾ ഹമാസിന്റെ ഈ പിന്മാറ്റം, ഭരണത്തിൽ നിന്നുള്ള പിന്മാറ്റം വലിയൊരു വെല്ലുവിളിയായിട്ടാണ് കാണുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം, ഏതെങ്കിലും കാരണവശാൽ ഹമാസ് ഭരണത്തിൽ നിന്നും പിന്മാറിയാൽ അത് ഗസക്ക് ഗുണമാണ് ഉണ്ടാക്കുക. കാരണം ഇത്രയും കാലമായി ഹമാസ് ഭരിച്ചത് കാരണമാണ് അവരെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവിടേക്ക് അവശ്യ വസ്തുക്കളും മറ്റും എത്താതെ അവരെ ഉപരോധിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇനി ഹമാസ് ഭരണത്തിൽ നിന്ന് മാറിയാൽ സ്വാഭാവികമായിട്ടും അവിടെ ചുമതല വരിക ഒരു അന്താരാഷ്ട്ര ഏജൻസിക്ക് അല്ലെങ്കിൽ അന്താരാഷ്ട്ര കോർഡിനേഷൻ കമ്മിറ്റിക്കായിരിക്കും അവിടുത്തെ ചുമതല വരിക. അങ്ങനെ ചുമതല വന്നു കഴിഞ്ഞാൽ ഗസയിലേക്ക് അവശ്യ വസ്തുക്കളും ജനങ്ങൾക്ക് ആവശ്യമായ
ആവശ്യമായ വസ്തുക്കളും മരുന്നുമെല്ലാം എത്തിക്കേണ്ട സാഹചര്യം ആ കമ്മിറ്റിക്കായിരിക്കും, അല്ലെങ്കിൽ ആ ഭരണകൂടത്തിനായിരിക്കും. അങ്ങനെയെങ്കിൽ അതിലൊരു പ്രാതിനിധ്യം മതി എന്നുള്ളതാണ് ഹമാസ് ആ വിഷയത്തിൽ എടുക്കുന്ന നിലപാട്. അതേസമയം ഇങ്ങനെ ഹമാസ് പൂർണ്ണമായും ഈ ഭരണം വിട്ടുകൊടുത്താൽ പിന്നീട് സംഭവിക്കാൻ പോകുന്ന ദുരന്തം ഇസ്രായേൽ മുൻകൂട്ടി കാണുന്നുണ്ട്. അത് അവിടെയുള്ള ഇസ്രായേലിലെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ സൈനിക വക്താക്കളെയും ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേലിലെ മാധ്യമങ്ങൾ ഇന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ഹമാസ് പൂർണ്ണമായും സിവിലിയൻ ഭരണത്തിലും പിൻവാങ്ങിയാൽ അവർ പിന്നീട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും സൈനികമായിട്ടുള്ള ശക്തി സംഭരിക്കുന്നതിലായിരിക്കും എന്നുള്ളൊരു കാര്യം അതിൽ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഗസയിലെ ചെറുത്തുനിൽപ്പ് കൂടുതൽ ശക്തി പ്രാപിക്കും. മാത്രവുമല്ല അത് ഇസ്രായേലിന് കൂടുതൽ സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കുന്ന കാര്യമായിരിക്കും. മാത്രവുമല്ല മറ്റൊരു യുദ്ധം നടന്നാൽ കൂടുതൽ ശക്തിയോടുകൂടി ഹമാസിന് പോരാടാൻ കഴിയുമെന്നുള്ളൊരു കാര്യം ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ ഇന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അവർ ഒരു ഉദാഹരണമായി പറയുന്നത് നേരത്തെ ലെബനോനിൽ ഹിസ്ബുള്ള ചെയ്തതുപോലെ തന്നെ ഭരണത്തിൽ നിന്നും പിൻവാങ്ങി പൂർണ്ണമായും പ്രതിരോധ രംഗത്തേക്ക് ഹമാസ് മാറിക്കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള വെല്ലുവിളി ഇസ്രായേലിനെ സൃഷ്ടിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഈ തരത്തിൽ ഹമാസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഒരു രണ്ട് രൂപത്തിലുള്ള തന്ത്രവും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതേസമയം തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മുന്നോട്ട് പോയാൽ പോലും, വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയാൽ പോലും അത് ഗസയുടെ ഒരു വിജയമായിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും ആഘോഷിക്കുക. കാരണം ഏതാണ്ട് 500ഓളം ദിവസം നടന്ന ഈ യുദ്ധത്തിൽ ഇത്രയും ദിവസം ബന്ദികളെ പിടിച്ചു നിർത്താൻ ഹമാസിനായി എന്നുള്ളത് വലിയ തോൽവിയായിട്ടാണ് ഇസ്രായേലിലെ സൈനിക നേതാക്കൾ തന്നെ കണക്ക് കൂട്ടുന്നത്. ആ നിലക്ക് ഈ ഒരു സ്ഥിതിയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞ് ഹമാസ് പൂർണ്ണമായും പ്രതിരോധ രംഗത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അത് വെല്ലുവിളി സൃഷ്ടിക്കുമെന്നുള്ള കാര്യവും നെതന്യാഹുവിനെയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇന്ന് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷം അടുത്തയാഴ്ച നടക്കാൻ പോകുന്ന ഒരു പ്രകടനവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ഗസക്കാരെ പൂർണ്ണമായും അവിടെ നിന്നും പുറന്തള്ളണം, ആ മേഖല നമ്മൾ ഏറ്റെടുക്കണം, അവിടെ കുടിയേറ്റ സ്ഥലങ്ങൾ സ്ഥാപിക്കണം എന്നുള്ളതാണ് ഇസ്രായേലിലെ തീവ്ര ജൂത വിഭാഗക്കാരുടെ ഒരു പ്രസ്താവനയായി ഇന്ന് വൈകുന്നേരം വന്നിട്ടുള്ളത്. ഇതെല്ലാം നാളെ നടക്കുന്ന യോഗത്തിൽ സ്വാഭാവികമായിട്ടും ചർച്ചയാകും. കാരണം ഇത് കൂടുതൽ കാര്യങ്ങൾ സങ്കീർണമാകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. അതേസമയം തന്നെ വെടിനിർത്തലിലേക്ക് പൂർണ്ണമായും സമാധാനം സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഹമാസ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ പ്രസ്താവനയിൽ നിന്നും അവർ വ്യക്തമാക്കുന്നത്. കാരണം ഭരണം വിട്ടുകൊടുക്കാൻ വരെ ഹമാസ് തയ്യാറാവുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള മുന്നോട്ട് പോക്ക് ഒരുപക്ഷെ ഇനി നടക്കാനിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ ഉണ്ടാകും. ഒപ്പം തന്നെ ഗസയുടെ ഭാവി പിന്നീട് സ്വാഭാവികമായിട്ടും മറ്റു അറബ് രാഷ്ട്രങ്ങൾ കൂടി ബാധ്യതയായി വരുമെന്നുള്ളൊരു സ്ഥിതി കൂടി വരാനിരിക്കുന്നു. ഈ തരത്തിൽ നിർണായകമായ ചർച്ചകളായിരിക്കും നാളെ നടക്കുക. നാളെ നടക്കുന്ന യോഗത്തിന് ശേഷം ഈ മാസം 27-ന് നടക്കേണ്ട ചർച്ചയാണ് ഇപ്പോൾ നാളെ നടക്കാൻ പോകുന്നത്. നാളെ നടക്കുന്ന യോഗത്തിന് ശേഷം ഈജിപ്തിൽ ഈ മാർച്ച് 4-ാം തീയതി ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അത് മുഴുവൻ അറബ് രാജ്യങ്ങളുടേതുമാണ്. അതിൽ ഈ നാളെ നടക്കുന്ന യോഗത്തിലെ ചർച്ചകൾ, വിശദാംശങ്ങൾ അതിൽ സമർപ്പിക്കും. മാത്രമല്ല നാളെ നടക്കുന്ന യോഗത്തിൽ അറബ് രാജ്യങ്ങളുടെ പ്ലാൻ എന്താണ് എന്നുള്ളത് അവരുടെ US-നെയും ഒപ്പം തന്നെ അറബ് രാജ്യങ്ങൾ അറിയിക്കുകയും ചെയ്യും. ഈ തരത്തിൽ ഗസയുടെ ഭാവി ഭരണവുമായി ബന്ധപ്പെട്ട്, ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളായിരിക്കും നാളെ നടക്കുക. ഏതെല്ലാം രാഷ്ട്രത്തലവന്മാർ ഇതിൽ പങ്കെടുക്കുമെന്നുള്ളത്, അല്ലെങ്കിൽ GCC രാജ്യങ്ങളുടെ ഏതെല്ലാം ആളുകളായിരിക്കും നാളെ പങ്കെടുക്കുക എന്നുള്ളത് നാളെ രാവിലെയേ വ്യക്തമാവുകയുള്ളൂ. നാളെ വൈകിട്ടാണ് യോഗം ചേരുക എന്നാണ് നിലവിലുള്ള നമുക്ക് ലഭിക്കുന്ന മന്ത്രാലയത്തിൽ നിന്നുള്ള വിവരം. ഒരുപക്ഷെ അത് കൂടുതൽ വ്യക്തമായ ചിത്രം നാളെ രാവിലെ ലഭ്യമാകും. ഏതായിരുന്നാലും ഗസയെ സംബന്ധിച്ചും ട്രംപിന്റെ പ്ലാനിനെതിരായിട്ടുള്ള അറബ് രാഷ്ട്രങ്ങളുടെ ഒരു ഫോർമുല രൂപീകരിക്കുന്നതിനാണ് നാളെ യോഗം ചേരുന്നത്. അതിൽ ഹമാസിന്റെ തുടർഭരണം, ഒപ്പം തന്നെ ഗസയുടെ പുനർനിർമ്മാണം, ഈ വിഷയങ്ങളായിരിക്കും സ്വാഭാവികമായും ചർച്ചയാവുക. ഗസയുടെ പുനർനിർമ്മാണത്തിൽ വളരെ നിർണായകമാണ് നാളെ നടക്കുന്ന ഈ ചർച്ച, ഈ യോഗം. GCC രാജ്യങ്ങൾ നാളെ യോഗം നടത്തുകയാണ്. വിവരങ്ങളാണ് റിയാദിൽ നിന്ന് ആഫ്താബ് റഹ്മാൻ പങ്കുവച്ചത്. ഗസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് കസ്റ്റഡിയിലുള്ള ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറി. ഇവരുടെ കൊലയ്ക്ക് ഉത്തരവാദി നെതന്യാഹു ആണെന്ന് കുറ്റപ്പെടുത്തി ബന്ധുക്കളുടെ പ്രതിഷേധം. ഇസ്രായേലിലെ നാഷണൽ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. ശനിയാഴ്ച ഹമാസ് 6 ബന്ദികളെ കൂടി കൈമാറും. റഫ അതിർത്തിയിൽ ഇസ്രായേൽ തടഞ്ഞ ട്രക്കുകളിൽ ചിലത് ഗസയിലേക്ക് കടത്തിവിട്ടു. MC നാസർ ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള മൃതദേഹങ്ങൾ കൈമാറും, പകരം ഇസ്രായേലി ബന്ദികളെ കൈമാറുമെന്നാണല്ലോ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എത്ര മൃതദേഹങ്ങളാണ് ഹമാസ് ഇസ്രായേലിന് വിട്ടു നൽകിയത്? ഈ ബന്ദി കൈമാറ്റം ഇന്ന് നടന്നോ?
അവിടുത്തെ 4 മൃതദേഹങ്ങളാണ് കൈമാറിയിരിക്കുന്നത്. നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ബിബാസ് എന്ന അമ്മയുടെയും 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു 83-കാരൻ്റെ മൃതദേഹവും. ഈ 4 പേരെയും കൊലപ്പെടുത്തിയത് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിലാണ്. അവരാണ് ഈ കൊലയ്ക്ക് ഉത്തരവാദികളെന്ന് നേരത്തെ തന്നെ ഹമാസ് വ്യക്തമാക്കിയിരുന്നു. ഇന്ന് ഖാൻ യൂനിസിൽ ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്ന ഘട്ടത്തിൽ അവിടുത്തെ വേദിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ബാനറിൽ രക്തരക്ഷസായിട്ട് നെതന്യാഹുവിൻ്റെ ചിത്രമാണ് പതിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധ കുറ്റവാളിയാണ് ഇത്രയും ഭീകരമായിട്ടുള്ളൊരു കൃത്യം ചെയ്ത് ഈ ബന്ദികളെ കൊലപ്പെടുത്തിയത് എന്ന കൃത്യമായിട്ടുള്ളൊരു സന്ദേശം കൂടി ഈ രക്തരക്ഷസായിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ അടിയിൽ തന്നെ ഹമാസ് നേതൃത്വം രേഖപ്പെടുത്തിയിരുന്നു. അത് ഇസ്രായേലിലുടനീളം വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഗസയുടെ അതിർത്തിയിൽ ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ വാങ്ങുന്ന ചടങ്ങിൽ നെതന്യാഹു എത്തുമെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. പക്ഷേ അവസാന നിമിഷത്തിൽ ഈ ബന്ധുക്കളുടെയും പൊതുസമൂഹത്തിൻ്റെയും പ്രതിഷേധം ഭയന്നുകൊണ്ടാവണം നെതന്യാഹു ആ ചടങ്ങിന് പോലും എത്തിയിരുന്നില്ല. മാത്രമല്ല, ടെലിവിഷനിലൂടെ സാധാരണഗതിയിൽ ബന്ദികളുടെ കൈമാറ്റം നടക്കുന്ന ഘട്ടങ്ങളിലൊക്കെയും ഇത് ലൈവായിട്ട് സംപ്രേഷണം ചെയ്യുന്ന സ്വഭാവമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ ബന്ദികളുടെ മൃതദേഹങ്ങളടങ്ങിയ പേടകങ്ങൾ കൈമാറുമ്പോൾ അത്തരമൊരു ചടങ്ങ് ലൈവായിട്ട് കാണിക്കാൻ പോലും ഇസ്രായേൽ ചാനലുകൾ തയ്യാറായിട്ടില്ല. അത് വ്യക്തമാക്കുന്നത് കാരണം ഈ കൊലയിലൂടെ ഇവരെ കൊലപ്പെടുത്തിയത് ഹമാസാണ് എന്ന അർത്ഥത്തിലുള്ള ഒരു വ്യാഖ്യാനം സൃഷ്ടിക്കാനായിരുന്നു ഇസ്രായേൽ നേതൃത്വം ശ്രമിച്ചിരുന്നത്. പക്ഷേ അതിനെ തുരങ്കം വെച്ചുകൊണ്ടാണ് ഹമാസ് ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്ന ഘട്ടത്തിൽ പോസ്റ്ററുകളിലൂടെയും അതോടൊപ്പം തന്നെ ചിത്രങ്ങളിലൂടെയും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം നെതന്യാഹുവിനാണ് എന്ന് വരുത്തിയതോടു കൂടിയാണ് വലിയ പ്രതിഷേധമാണ് ഇസ്രായേലിൽ ഉടനീളം ഇപ്പോൾ അലയടിക്കുന്നത്. അതുമാത്രമല്ല, ബാക്കി ബന്ദികളെ എത്രയും പെട്ടെന്ന് ഈ ഹമാസുമായിട്ടുള്ള കരാറിലൂടെ തന്നെ രക്ഷപ്പെടുത്തണം. ആ ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കിയാൽ ഒരു നിലയ്ക്കും തങ്ങൾ അടങ്ങിയിരിക്കുകയില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് ബന്ധുക്കൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി വരുന്ന റിപ്പോർട്ടുകൾ. ഈ ഫോറൻസിക് ലാബിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഇസ്രായേൽ ഫോറൻസിക് ലാബ് വെളിപ്പെടുത്തുന്നത് ഈ 83-കാരൻ കൊല്ലപ്പെട്ടത് 1 വർഷം മുമ്പാണ് എന്ന ഒരു റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അവർ പുറത്തുവിടുന്നുണ്ട്. മറ്റുള്ള ബന്ദികളുടെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടി ആ ഫോറൻസിക് റിപ്പോർട്ടും ഔദ്യോഗികമായിട്ട് പുറത്തുവിടുമെന്നാണ് ഇസ്രായേൽ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ 2ാം ഘട്ട വെടിനിർത്തലിൻ്റെ ആ ചർച്ചകൾ കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ പോലും അല്പം മുമ്പ് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. വളരെ സങ്കീർണമാണ് 2ാം ഘട്ടം. കാരണം ഈ യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സൈനിക പിന്മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ 2ാം ഘട്ടത്തിൽ വരേണ്ടതുണ്ട്. പക്ഷേ ഈ സങ്കീർണമാണെങ്കിൽ പോലും വലിയ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2ാം ഘട്ട ചർച്ചയിൽ നിർണായകമായിട്ടുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അല്പം മുമ്പ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറെ കൂടി ആശാവഹമായി തന്നെ ഈ 2ാം ഘട്ടത്തിലേക്കുള്ള ചർച്ചകൾ നടക്കുമെന്നൊരു പ്രത്യാശ ബാക്കിയാവുന്നുണ്ട്. അടുത്ത ആഴ്ച കൂടുതൽ ബന്ദികളെ കൈമാറാമെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 4 മൃതദേഹങ്ങൾ കൂടി അടുത്ത ആഴ്ച കൈമാറും. അതുകൊണ്ട് ബന്ദികളെ പൂർണ്ണമായിട്ട് വിട്ടയക്കുന്നത് വരെ ഈ വെടിനിർത്തൽ കരാർ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തമായിട്ടുള്ള സമ്മർദ്ദമാണ് ഇസ്രായേലിൽ ഉടനീളം തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ബന്ദി കൈമാറ്റമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഗസയിലെ ജനങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. കൃത്യമായി അവർക്ക് സഹായങ്ങളൊന്നും തന്നെ ലഭ്യമാകുന്നില്ല. നമുക്കറിയാം, ഇസ്രായേൽ ഈ റഫ അതിർത്തിയിൽ ട്രക്കുകളൊക്കെ തടഞ്ഞു വെക്കുകയാണ്. ആ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? സഹായം എത്തിക്കാൻ കഴിയുന്നുണ്ടോ നിലവിലിപ്പോൾ? അവിടെ എന്തായാലും വളരെ ഗുണപരമായിട്ടുള്ള ഒരുപക്ഷെ പോസിറ്റീവായിട്ടുള്ള ചില നീക്കങ്ങൾ ഇന്ന് നടന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കെട്ടിക്കിടന്ന ഈ യന്ത്രസാമഗ്രികളിൽ ചിലത് അത്തരം ട്രക്കുകൾ ഇന്ന് ഗസയിലേക്ക് കടത്തിവിട്ടിട്ടുണ്ട്. അത് വലിയ തോതിലല്ല, വളരെ പരിമിതമായ തോതിലാണെങ്കിൽ പോലും ആ ട്രക്കുകൾ ഗസയിലേക്ക് കടത്തിവിടാൻ ഇസ്രായേൽ നേതൃത്വം ഇന്ന് തയ്യാറായത് ഈ മൃതദേഹങ്ങൾ കൈമാറാനും അതോടൊപ്പം തന്നെ ശനിയാഴ്ച 6 ബന്ദികളെ കൈമാറാനും ഹമാസ് കൈക്കൊണ്ട ആ തീരുമാനം മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടൽ വലിയ തോതിൽ ഫലം കാണുന്നു എന്നാണ് ഈ ട്രക്കുകൾ ഇന്ന് ചെറിയ തോതിലാണെങ്കിൽ പോലും ഗസയിലേക്ക് കടത്തിവിടുന്നതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ മറ്റൊരു പ്രതികരണം ട്രംപിൻ്റെ ഗസ പദ്ധതിയെ കുറെ കൂടി ഒരു മയത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് സ്റ്റീവ് വിറ്റ്കോഫ് നടത്തിയിരിക്കുന്നത്. കാരണം ഗസയിൽ നിന്ന് ഫലസ്തീനികൾ പിന്തള്ളുക എന്നത് ട്രംപിൻ്റെ ലക്ഷ്യമല്ല. ഒന്നുകിൽ ഫലസ്തീനികളെ അവിടെ തന്നെ സുരക്ഷിതമായി നിർത്തുക, അതല്ല എങ്കിൽ വളരെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ഫലസ്തീനികളെ
കൊണ്ടുപോവുക എന്നതല്ലാതെ ഫലസ്തീനികളെ വംശീയമായിട്ട് ഉന്മൂലനം ചെയ്യുക എന്നത് ട്രംപിൻ്റെ അജണ്ടയല്ല എന്ന് ഈ അറബ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് UAE-യിലും സൗദി അറേബ്യയിലും ഖത്തറിലും പിന്നെ US വിദേശകാര്യ സെക്രട്ടറി കൂടി നടത്തിയിരിക്കുന്ന ആ ചർച്ചയ്ക്കിടെയാണ് ഒരു പക്ഷേ ഈ രാജ്യങ്ങളുടെ പ്രതികരണം കൂടി കണക്കിലെടുത്തുകൊണ്ട് വലിയൊരു നയംമാറ്റത്തിൻ്റെ സൂചന കൂടിയാണ് സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ പ്രതികരണത്തിൽ ഇപ്പോൾ ഉള്ളത്. എന്തായാലും ട്രംപിൻ്റെ ആ പദ്ധതിയുമായിട്ട് അമേരിക്ക ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത ഈ സമ്മർദ്ദത്തിലൂടെ ഉണ്ടാകില്ല എന്ന വലിയൊരു സൂചന കൂടി ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. അമൃത. ശരി, MC നാസറാണ് ദുബൈയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. UAE-യിൽ ബിസിനസ് രംഗത്ത് നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് 6 മാസത്തേക്ക് സന്ദർശക വിസ വരുന്നു. 6 മാസത്തിനിടെ പലവട്ടം രാജ്യത്തേക്ക് വരാൻ പുതിയ വിസയിൽ സൗകര്യമുണ്ടാകും. UAE ICP-യാണ് ഇക്കാര്യം അറിയിച്ചത്. നിക്ഷേപകർ, സംരംഭകർ, വിദഗ്ധരായ പ്രൊഫഷണലുകൾ, ബിസിനസ്സിൽ സാമ്പത്തിക പങ്കാളിത്തം വഹിക്കുന്നവർ തുടങ്ങിയവർക്കാണ് പ്രത്യേക സന്ദർശക വിസ അനുവദിക്കുക. 6 മാസത്തിനിടെ ഒറ്റത്തവണ വരാനും പലവട്ടം വരാനും കഴിയുന്ന സിംഗിൾ മൾട്ടി എൻട്രി യാത്രകൾ സാധ്യമാക്കുന്നതായിരിക്കും പുതിയ വിസിറ്റ് വിസ. അതേസമയം തുടർച്ചയായി 180 ദിവസത്തിൽ കൂടുതൽ UAE-യിൽ താമസിക്കാൻ ഇതിൽ അനുമതിയുണ്ടാവില്ല. ഇത്തരം വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ 4 നിബന്ധനകൾ പാലിക്കണമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. അപേക്ഷകൻ യോഗ്യതയുള്ള പ്രൊഫഷണൽ ആയിരിക്കണം. 6 മാസത്തിൽ കൂടുതൽ സാധുതയുള്ള പാസ്പോർട്ട് കൈവശമുണ്ടാകണം. UAE-യിൽ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരിക്കണം. തുടർന്നുള്ള യാത്രയ്ക്കോ രാജ്യത്ത് നിന്ന് തിരിച്ചു പോകാനോ കൺഫേംഡായ എയർലൈൻ ടിക്കറ്റും കൈവശമുണ്ടാകണം. UAE-യിലേക്ക് നിക്ഷേപകരെയും വിദഗ്ധരെയും ആകർഷിക്കാനുള്ള പദ്ധതികളുടെ ഭാഗമായാണ് പുതിയ 6 മാസ സന്ദർശക വിസ. മീഡിയ 1 ദുബായ്. സൗദി റിയാലിന് ഔദ്യോഗിക ചിഹ്നം പുറത്തിറക്കി സൗദി അറേബ്യൻ മോണിറ്ററിംഗ് ഏജൻസി. ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അംഗീകാരത്തോടെയാണ് ചിഹ്നം പുറത്തിറക്കിയത്. അറബിക് കാലിഗ്രഫി അടിസ്ഥാനമാക്കിയാണ് ചിഹ്നം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സൗദി അറേബ്യൻ കറൻസിയായ റിയാലിന് ഔദ്യോഗിക ചിഹ്നം പുറത്തിറക്കി. ദേശീയ ബാങ്കായ സാമയാണ് ചിഹ്നം പ്രഖ്യാപിച്ചത്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അംഗീകാരത്തോടെയാണ് പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അറബിക് കാലിഗ്രാഫിയിൽ രൂപകൽപ്പന ചെയ്തതാണ് ചിഹ്നം. പ്രാദേശികവും അന്തർദേശീയവുമായി രാജ്യത്തിന്റെ ഔദ്യോഗിക കറൻസിയായ റിയാലിനെ ശക്തിപ്പെടുത്താൻ പ്രഖ്യാപനം സഹായിക്കുമെന്ന് സാമ ഗവർണർ ഐമൻ അൽ സയ്യാരി പറഞ്ഞു. സാമ്പത്തിക വാണിജ്യ ഇടപാടുകൾ, ആപ്ലിക്കേഷനുകൾ, സോഫ്റ്റ്വെയറുകൾ എന്നിവയിൽ ചിഹ്നം ഉടൻ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഉയർന്ന സാങ്കേതിക മാനദണ്ഡങ്ങൾക്കനുസൃതമായി രൂപകൽപ്പന ചെയ്ത ചിഹ്നം രാജ്യത്തിന്റെ സമ്പന്നതയെയും സംസ്കാരത്തെയും പൈതൃകത്തെയും ഉൾക്കൊള്ളുന്നുണ്ട്. അറബിക് കാലിഗ്രാഫി അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്ത ചിഹ്നത്തിൽ സൗദി അറേബ്യൻ റിയാൽ എന്നതിന്റെ ഷോർട്ട് ഫോമായ SAR-ന്റെ പേര് ഉൾക്കൊള്ളുന്നുണ്ട്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. ഏപ്രിൽ 13-ന് ശേഷം ഉംറ തീർത്ഥാടകർക്ക് സൗദിയിലേക്ക് പ്രവേശനം അനുവദിക്കില്ല എന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കി. ഏപ്രിൽ 28-ന് മുൻപ് എല്ലാ ഉംറ തീർത്ഥാടകരും സൗദി വിട്ട് പുറത്തു പോകേണ്ടി വരും. എന്നാൽ ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ചാലുടൻ ദുൽഹജ്ജ് 14 മുതൽ തന്നെ ഉംറ തീർത്ഥാടകർക്ക് സൗദിയിലേക്ക് പ്രവേശനം അനുവദിക്കുമെന്നും ഗാക്ക വിമാന കമ്പനികൾക്ക് അയച്ച സർക്കുലറിൽ വിശദീകരിക്കുന്നു. എല്ലാ വർഷവും ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ചാലുടൻ ദുൽഹജ്ജ് 14 മുതൽ തന്നെ ഉംറ വിസക്കാർക്ക് സൗദിയിലേക്ക് പ്രവേശനം അനുവദിക്കും. ഷവ്വാൽ 15 വരെ ഇത് തുടരും. എന്നാൽ ദുൽഖഅദ 1-ന് മുമ്പ് ഉംറ വിസക്കാരെല്ലാം സൗദി വിട്ട് പുറത്തു പോകേണ്ടതാണ്. സിവിൽ ഏവിയേഷൻ അതോറിറ്റി വിമാന കമ്പനികൾക്ക് അയച്ച സർക്കുലറിലാണ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഇതനുസരിച്ച് ഈ വർഷം ഏപ്രിൽ 13 വരെ മാത്രമേ ഉംറ വിസയിലെത്തുന്നവർക്ക് സൗദിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ ഏപ്രിൽ 28-ന് മുമ്പ് എല്ലാ ഉംറ തീർത്ഥാടകരും സൗദിയിൽ നിന്ന് മടങ്ങേണ്ടതുമാണ്. ഉംറ വിസക്ക് സാധാരണയായി ലഭിക്കുന്ന 90 ദിവസം കാലാവധി അവസാനം വരുന്നവർക്ക് ലഭിക്കില്ല. ഹജ്ജ് തീർത്ഥാടകരെത്തുന്നതിന് മുമ്പായി ഉംറ തീർത്ഥാടകരും സന്ദർശക വിസക്കാരും സൗദിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും വിധമാണ് പുതിയ ക്രമീകരണങ്ങൾ. പുതിയ സന്ദർശക വിസയിലെത്തുന്നവരെ ഏപ്രിൽ 13 വരെ മാത്രം തങ്ങാൻ അനുവദിക്കും വിധമാണ് വിസകൾ സ്റ്റാമ്പ് ചെയ്യുന്നത്. കൂടാതെ ഏപ്രിൽ 29 മുതൽ ജൂൺ 11 വരെ സന്ദർശക വിസക്കാർക്ക് മക്കയിലേക്ക് പ്രവേശിക്കുന്നതിനും വിലക്കുണ്ട്. അതിനാൽ നിലവിൽ മക്കയിൽ ഫാമിലി വിസിറ്റ് വിസയിൽ കഴിയുന്നവർ വിസ കാലാവധിയുണ്ടെങ്കിലും ഏപ്രിൽ 29-ന് മുമ്പ് മക്ക വിട്ട് പുറത്തു പോകേണ്ടി വരും. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള ഈ അധ്യയന വർഷത്തെ പ്രവേശനത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ നടപടികൾ ഇന്ന് അവസാനിച്ചു. വിവിധ ഇന്ത്യൻ സ്കൂളുകളിലായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒമാൻ അധ്യാപക ദിനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 23-ന് എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള ഈ അധ്യയന വർഷത്തെ പ്രവേശനത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ നടപടികൾ ഇന്ന് അവസാനിച്ചു. വിവിധ ഇന്ത്യൻ സ്കൂളുകളിലായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
7 ഇന്ത്യൻ സ്കൂളുകളിലായി ആകെ 6504 സീറ്റുകളാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. ഏറ്റവും അധികം സീറ്റുകൾ ബാൽവതിക KG ക്ലാസുകളിലായിരുന്നു. മസ്കത്ത് ഇന്ത്യൻ സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ. രാവിലത്തെ ഷിഫ്റ്റിൽ 1080 പേർക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ 400 വിദ്യാർത്ഥികൾക്കും അവസരം ലഭിക്കും. ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷത്തെ അഡ്മിഷൻ. ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിന് കീഴിൽ തലസ്ഥാന നഗരിയിലെയും പരിസര പ്രദേശങ്ങളിലുമുള്ള 7 ഇന്ത്യൻ സ്കൂളിലേക്കുള്ള അഡ്മിഷനാണ് ഓൺലൈനിലൂടെ നടന്നത്. അതേസമയം ഒമാൻ അധ്യാപക ദിനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 23-ന് ഒമാനിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്ക് അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഫെബ്രുവരി 24-ാണ് ദേശീയ അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് തൊട്ടടുത്ത വാരാന്ത്യത്തോടനുബന്ധിച്ച് പൊതു അവധി നൽകുന്നത്. വാരാന്ത്യ അവധി ഉൾപ്പെടെ തുടർച്ചയായി 3 ദിവസം ഒഴിവ് ലഭിക്കും. മീഡിയ 1 മസ്കത്ത്. കുവൈത്തിൽ നിന്ന് കോഴിക്കോട് പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസ് മുടങ്ങി. വിമാനത്തിൽ പക്ഷി ഇടിച്ചതിനെ തുടർന്നുണ്ടായ സാങ്കേതിക പ്രശ്നമാണ് സർവീസ് മുടങ്ങാൻ കാരണം. സാങ്കേതിക തകരാർ പിന്നീട് പരിഹരിച്ചെങ്കിലും പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞതിനാൽ സർവീസ് മുടങ്ങുകയായിരുന്നു. യാത്രക്കാരെ കൊച്ചിയിലേക്കും കണ്ണൂരിലേക്കുമുള്ള എയർ ഇന്ത്യ വിമാനങ്ങളിൽ നാട്ടിലേക്ക് അയച്ചു. മറ്റുള്ളവരെ ഹോട്ടലിലേക്ക് മാറ്റി. ഇവരെ വെള്ളിയാഴ്ച രാവിലെ കോഴിക്കോട് കൊണ്ടുപോകുമെന്ന് അധികൃതർ അറിയിച്ചു. തിരികെ വാർത്തകളിലേക്ക്. ദുബൈയിൽ മത്സരത്തിനിടെ ബ്രിട്ടീഷ് ടെന്നീസ് താരം MR റഡുക്കാനുവിന്റെ ഫോട്ടോ പകർത്തി താരത്തെ ശല്യം ചെയ്തയാൾ പിടിയിൽ. താരത്തിന്റെ പരാതിയെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ദിവസം ദുബൈ ഡ്യൂട്ടി ഫ്രീ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിനിടെയാണ് താരത്തിന് ദുരനുഭവമുണ്ടായത്. സന്ദർശക വിസയിലെത്തിയ ടൂറിസ്റ്റാണ് ദുബൈ പോലീസിന്റെ പിടിയിലായത്. ഈ മാസം 17-ന് ദുബൈ ഡ്യൂട്ടി ഫ്രീ ടെന്നീസ് മത്സരത്തിനിടെയാണ് നടപടിക്ക് കാരണമായ സംഭവം. മത്സരം നടക്കുന്നതിനിടെ എമ്മയ്ക്ക് കുറിപ്പ് കൈമാറിയ ശേഷം ഇയാൾ ഫോട്ടോ പകർത്തി താരത്തെ ശല്യം ചെയ്യുന്ന വിധം പെരുമാറുകയായിരുന്നു. കരച്ചിലടക്കാനാകാതെ താരം അമ്പയറുടെ ഇരിപ്പിടത്തിന് പിന്നിൽ പോയി കണ്ണീർ തുടച്ച് മടങ്ങിവരുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഇയാൾക്കെതിരായ പരാതി എമ്മ പിന്നീട് പിൻവലിച്ചെങ്കിലും താരത്തെ ഇനി സമീപിക്കില്ലെന്ന് പോലീസ് ഇയാളിൽ നിന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങിയിട്ടുണ്ട്. മറ്റു മത്സരങ്ങൾ കാണാൻ എത്തുന്നതിന് ഇയാൾക്ക് വിലക്കും ഏർപ്പെടുത്തി. മീഡിയ 1 ദുബായ്. കുവൈത്തിന്റെ ദേശീയ വിമോചന ദിനാചരണത്തിന് ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർശ് സ്വേക ആശംസ നേർന്നു. ഇന്ത്യ കുവൈത്ത് പങ്കാളിത്തം കെട്ടിപ്പടുക്കുകയും കുവൈത്തിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുകയും ചെയ്യുന്ന കുവൈത്ത് അമീർ, കിരീടാവകാശി, പ്രധാനമന്ത്രി എന്നിവർക്ക് സ്ഥാനപതി നന്ദി അറിയിച്ചു. കുവൈത്തിന്റെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിന് കീഴിൽ വരും കാലങ്ങളിൽ കൂടുതൽ പുരോഗതിയും സമൃദ്ധിയും ഉണ്ടാകട്ടെയെന്നും സ്ഥാനപതി ആശംസിച്ചു. കുവൈത്തിൽ 2.2 ലക്ഷം ദിനാർ മയക്കുമരുന്ന് പിടികൂടി. 4 കുവൈത്തികളെയും 4 വിദേശികളെയും അറസ്റ്റ് ചെയ്തു. 50 കിലോ ഹാഷിഷ്, 25,000 ലിറിക്ക ഗുളികകൾ, 5 കിലോ ഷാബു, 2000 ക്യാപ്റ്റഗൺ ഗുളികകൾ തുടങ്ങിയവയാണ് വ്യത്യസ്ത സംഭവങ്ങളിലായി പിടികൂടിയത്. പ്രതികളെ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറി. കഴിഞ്ഞ വർഷം നിരവധി തവണയാണ് രാജ്യത്തേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമങ്ങൾ ആഭ്യന്തര മന്ത്രാലയവും കസ്റ്റംസ് അധികൃതരും തടഞ്ഞത്. എമർജൻസി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിവർഷം 25 ലക്ഷം സന്ദർശകരെത്തുന്നുണ്ടെന്ന് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം. അത്യാഹിത ചികിത്സയിൽ മികച്ച സാങ്കേതിക വിദ്യയും ചികിത്സാ സംവിധാനവുമാണ് രാജ്യത്ത് ഉപയോഗപ്പെടുത്തുന്നതെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി പറഞ്ഞു. അത്യാഹിത ചികിത്സാ വകുപ്പുകളുടെ കൌൺസിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇത്തവണത്തെ റമദാന്റെ ഭാഗമായി സൗദി 61 രാജ്യങ്ങളിൽ ഇഫ്താർ പദ്ധതി നടപ്പാക്കും. വിവിധ രാജ്യങ്ങളിലെ 10 ലക്ഷത്തിലേറെ പേർക്കായിരിക്കും പദ്ധതിയുടെ ഗുണം ലഭിക്കുക. വിദേശ സൗദി എംബസികൾ വഴിയായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. ഇസ്ലാമിക മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. കിങ് സൽമാൻ ഇഫ്താർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തനങ്ങൾ. റമദാന്റെ ഭാഗമായി 61 രാജ്യങ്ങളിലായിരിക്കും ഇഫ്താർ പദ്ധതി നടപ്പാക്കുക. പദ്ധതിയുടെ ഗുണം ലഭിക്കുക 10 ലക്ഷത്തിലേറെ പേർക്കായിരിക്കും. വിദേശ സൗദി എംബസികളിലെ റിലീജിയസ് അറ്റാഷേകൾ വഴിയായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. ഇതിനായി മാറ്റിവെച്ച തുകകൾ ബന്ധപ്പെട്ട രാജ്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. ഏറ്റവും ഗുണനിലവാരത്തോടെയായിരിക്കും പദ്ധതി നടപ്പിലാക്കുകയെന്നും ഇസ്ലാമിക മന്ത്രാലയം അറിയിച്ചു. അതോടൊപ്പം റമദാന്റെ ഭാഗമായി 700 ടൺ ഈന്തപ്പഴവും കയറ്റി അയക്കും. 102 രാജ്യങ്ങളിലേക്കായിരിക്കും ഈന്തപ്പഴം സൗജന്യമായി എത്തിക്കുക. കസ്റ്റോഡിംഗ് ഓഫ് 2 ഹോളി മോസ്ക് ഗിഫ്റ്റ് പ്രോഗ്രാം ഫോർ പ്രൊവൈഡിംഗ് ഡേറ്റ്സ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണിത്. ഇസ്ലാമിക് അഫയേഴ്സിന്റെ നേതൃത്വത്തിലായിരിക്കും വിതരണം. കഴിഞ്ഞ വർഷം റമദാനിൽ വിതരണം ചെയ്തത് 500 ടൺ ഈന്തപ്പഴമായിരുന്നു. 200 ടണ്ണിന്റെ അധിക ഈന്തപ്പഴമാണ് ഇത്തവണ കയറ്റുമതി ചെയ്യുക. ഇതിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയതായും മന്ത്രാലയം അറിയിച്ചു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്.
ഈ റമദാനിൽ നമുക്ക് പരിചയമില്ലാത്ത 2 പുതിയ പഴങ്ങൾ ഗൾഫിലെയും ഇന്ത്യയിലെയും വിപണിയിലെത്തും. ഷൈൻ മസ്കത്ത് എന്ന മുന്തിരിയാണ് ഇതിലൊന്ന്. പേരിൽ മസ്കത്ത് ഉണ്ടെങ്കിലും ഈ മുന്തിരിയുടെ സ്വദേശം ഒമാനല്ല. ആള് കൊറിയക്കാരനാണ്. ഈ മുന്തിരി ഇന്ത്യയിൽ വിളയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രമുഖ റീറ്റെയിൽ വ്യാപാര ശൃംഖലയായ ലുലു ഗ്രൂപ്പ്. ഈ വർഷം റമദാനിൽ ഇന്ത്യയിലും ഗൾഫിലും പുതിയൊരു വിഭവം എത്തുകയാണ്. ഷൈൻ മസ്കത്ത് എന്നാണ് ഈ മുന്തിരിയുടെ പേര്. ഷായ് മസ്കത്ത് ഇത് ലേറ്റസ്റ്റ് വെറൈറ്റി ഓഫ് ഗ്രേപ്സ് ആണ്. സാധാരണ മുന്തിരിയായിട്ട് വലിയ വലിപ്പ വ്യത്യാസമുണ്ട്. കൊറിയയിൽ വരുന്നത്. ഇതിൻ്റെ പുതിയ ബ്രീഡ് ഞങ്ങൾ ഇന്ത്യയിൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നാസിക്കിൽ ഓൾറെഡി പ്ലാന്റേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി വിതിൻ എ മന്ത് വിൽ ബി ലോഞ്ചിങ് ദിസ് പ്രൊഡക്റ്റ് ഫ്രം ഇന്ത്യ. ഞങ്ങൾ കോൺട്രാക്ട് ഫാർമിങ് ചെയ്തിട്ട് അവിടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിന് ഷൈൻ മസ്കത്ത് എന്ന് പേര് വരാൻ എന്തെങ്കിലും കാരണം? അത് ഓരോ ബ്രീഡിന് ഓരോ പേര് അവരിടുന്നത്. അതിന് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഓരോ ബ്രീഡിന് ഓരോ പേരുകൾ വരുന്നതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡ് ഫ്ലഷാണ്, ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര സ്വീറ്റുമാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. സീഡ്ലെസ്. ആദ്യമായിട്ടാണ് റമദാനിൽ ഇപ്പോൾ UAE ഇത് എത്തുന്നത്. ഇത് ഞങ്ങളിപ്പോൾ ഓൾറെഡി ട്രേഡ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 മാസമായിട്ടുണ്ട്. ഞങ്ങളൊരു ട്രയൽ ബേസിസിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഒന്ന് ചെയ്തിട്ട് 6 മാസമായിട്ട് വരുന്നുണ്ട്. അപ്പോഴാണ് ഇത്തിരി കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ ഇതിൻ്റെ ബ്രീഡ് ട്രൈ ചെയ്യുന്നത്. അതുപോലെ വിപണിയിലെത്തുന്ന മറ്റൊരു വിഭവമാണ് വാട്ടർമെലൻ പ്ലം. ഇത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് വരുന്നത്. ഓസ്ട്രേലിയയിലും ഉണ്ട്, സൗത്ത് ആഫ്രിക്കയിലും ഉണ്ട്. ഇത് ചെറിയൊരു പുളിപ്പും പിന്നെ നല്ല മധുരമാണ്. പക്ഷേ ഭയങ്കര റെഡിഷാണ് ആൻഡ് ഇറ്റ്സ് വെരി ടേസ്റ്റി ആൻഡ് വെരി ഹെൽത്തി ഓൾസോ. അത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കില്ല. ഇപ്പോൾ തൽക്കാലം ഞങ്ങളിപ്പോൾ ഇത് മാത്രമേ ചെയ്യുന്നത്. പിന്നെ ബെറീസ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഇത് കൊറിയൻ വെറൈറ്റിയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രോബെറീസ് ആണ്. പിന്നെ ഇത് വൈറ്റ് സ്ട്രോബെറി. ഇത് കൂടാതെ ഞങ്ങൾ ഒരു ഇഫ്താർ പാക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ബെറീസും വെച്ചിട്ട് ഹെൽത്തി ഇഫ്താർ ഒരു പാക്കും ചെയ്യുന്നു. മീഡിയ വൺ ഷാർജ. റമദാന് മുൻപ് ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ കൃത്രിമം തടയൽ നടപടിയുമായി വിപണികളിലും കടകളിലും കർശനമായ പരിശോധനകൾ നടത്തുമെന്ന് കുവൈത്ത് അധികൃതർ അറിയിച്ചു. വിപണി സ്ഥിരത നിലനിർത്തുന്നതിനും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനുമായാണ് പരിശോധന. വിലയിൽ കൃത്രിമം കാണിക്കുന്നവർക്കെതിരെയും വർദ്ധിച്ച ആവശ്യം ചൂഷണം ചെയ്യുന്നവർക്കെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ദമാം A40 നിഹാൻ മാമാസ് സൂപ്പർ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ടെക്നോമേക്ക് ലെജൻസിനെ പരാജയപ്പെടുത്തി വെറ്ററൻസ് ദമാം ജേതാക്കളായി. 10 ടീമുകൾ ഏറ്റുമുട്ടിയ ടൂർണമെന്റിലെ മികച്ച താരമായി വെറ്ററൻസ് താരം ഹാരിസിനെയും മികച്ച ബാറ്ററായി ടെക്നോമേക്കിലെ ഹബിയെയും മികച്ച ബൌളറായി വെറ്ററൻസിലെ ഷക്കീറിനെയും തെരഞ്ഞെടുത്തു. ഷിഹാബ് കൊയിലാണ്ടി, സലീം ഷാഹുദ്ദീൻ, മുസ്തഫ പാവയിൽ, നജീബ് ബഷീർ എന്നിവർ ചേർന്ന് ട്രോഫികൾ സമ്മാനിച്ചു. റഫീഖ് യൂസുഫ്, ഷുഐബ് അസീസ്, അബി, നിതീഷ്, ഹാഫിസ് എന്നിവർ നേതൃത്വം നൽകി. കലാകുവൈത്ത് വഫ്ര ഘടകം വിന്റർ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വഫ്രയിലെ ഫാമുകളിലെ കർഷകർ, കലാംഗങ്ങൾ എന്നിവർ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ, ഔഷധ സസ്യങ്ങൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവുമായിരുന്നു മേളയുടെ പ്രധാന ആകർഷണം. നാടൻ പക്ഷിമേളയും ഫെസ്റ്റിൽ സംഘടിപ്പിച്ചിരുന്നു. രാജൻ തായത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് TV ഹിക്മത്ത് ഉദ്ഘാടനം ചെയ്തു. മാത്യു ജോസഫ്, സജിൻ മുരളി, PB സുരേഷ്, PV പ്രവീൺ എന്നിവർ സംസാരിച്ചു. അനീഷ് പുരുഷോത്തമൻ, BV രംഗൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുവൈത്തിലെ അൽ മദ്രസത്തുൽ ഇസ്ലാമിയ സാൽമിയ സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു. ക്ലബ് ഫാമിൽ നടന്ന പരിപാടിയിൽ ഷംനാദ് ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. മഹഫൂസ് ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ ഗ്രീൻ ഹൌസ് കിരീടം നേടി. ബ്ലൂ ആൻഡ് റെഡ് ഹൌസ് 2ാം സ്ഥാനവും യെല്ലോ ഹൌസ് 3ാം സ്ഥാനവും നേടി. പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് പ്രസിഡന്റ് ഷെരീഫ് PT, ഫിറോസ് ഹമീദ്, നൈസാം CP എന്നിവർ സംസാരിച്ചു. മദ്രസ അധ്യാപകർ അബ്ദുൽ അസീസ് മാട്ടുവയൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ തുറന്നു. ഒമാൻ സാറ്റ്സുമായി സഹകരിച്ച് വിമാനത്താവളത്തിലെ എയർ കാർഗോ കെട്ടിടത്തിലാണ് EV ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിച്ചത്. കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും 2050ഓടെ നെറ്റ് സീറോ എമിഷൻ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുമുള്ള വിമാനത്താവളത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഈ സംരംഭം. പരിസ്ഥിതി അതോറിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള ബിൻ അലി അൽ അംറി ഉദ്ഘാടന ചടങ്ങിന് നേതൃത്വം നൽകി. UAEയിലെ പ്രമുഖ കാർഗോ കമ്പനി M ഗ്രൂപ്പിന് കീഴിലുള്ള 123 കാർഗോയുടെ പുതിയ ബ്രാഞ്ച് അല്ലൈനിൽ ആരംഭിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. UAEയിൽ 28 വർഷത്തെ സേവന പാരമ്പര്യമുള്ള 123 കാർഗോ
അൽ ഐൻ ഷരീക്കാത്തിലാണ് പുതിയ ബ്രാഞ്ച് ആരംഭിക്കുന്നത്. ഫെബ്രുവരി 22 നടക്കുന്ന ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നാട്ടിലേക്ക് ചരക്കയക്കാൻ ഓഫറുകൾ ഒരുക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു. ഓപ്പണിംഗ് പ്രമാണിച്ച് അലൈനിലെത്തുന്ന 123 കസ്റ്റമേഴ്സിന് ആദ്യമെത്തുന്ന 123 കസ്റ്റമേഴ്സിന് ഇതുവരെ ആരും കൊടുക്കാത്ത ഓഫറാണ് 123 കാർഗോ കൊടുക്കാൻ പോകുന്നത്. സി കാർഗോക്ക് 3 ദിറംസ് പെർ kg 3 ദിറംസ് ആണ്. UAEയിലെ എല്ലാ ഔട്ട്ലെറ്റുകളിലും റമദാൻ പ്രമാണിച്ച് പ്രത്യേക ഓഫറും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം നേരിട്ടുള്ള ക്ലിയറൻസും ഡെലിവറി നെറ്റ്വർക്കും എം ഗ്രൂപ്പിന്റെ പ്രത്യേകതയാണെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. മീഡിയ 1 ദുബായ്. പുണ്യമാസത്തിന് മുന്നോടിയായി റമദാൻ സൂഖൊരുക്കി റീറ്റെയിൽ വിതരണ ശൃംഖലയായ സിറ്റി ഫ്ലവർ. ഫെബ്രുവരി 19 ആരംഭിച്ച സൂക്ക് മാർച്ച് 17 വരെ നീണ്ടുനിൽക്കും. റമദാനുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അറബ് നാഗരികത വിളിച്ചോതുന്നതാണ് സിറ്റി ഫ്ലവർ ഒരുക്കിയ റമദാൻ സൂക്ക്. പൗരാണിക അറേബ്യൻ മാതൃക പുനരാവിഷ്കരിച്ചിരിക്കുകയാണിവിടെ. സംഗീത സംവിധായകൻ നിഖിൽ പ്രഭ റിയാദ് ബത്ത്ഹ ഹൈപ്പർ മാർക്കറ്റിൽ വെച്ച് സൂക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിബിൽ ലാൽ, നൌഷാദ് AK, റാഷിദ് ദയ, റാഫി കൊയിലാണ്ടി തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി. ഇന്നു മുതൽ മാർച്ച് 17 വരെ നീണ്ടു നിൽക്കുന്ന റമദാൻ പ്രൊമോഷനാണ് സിറ്റി ഫ്ലവർ സൂക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും നല്ല പ്രോഡക്റ്റ്, ക്വാളിറ്റി പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് സിറ്റി ഫ്ലവർ സൂക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റമദാൻ, ഈദ് എന്നിവയ്ക്കാവശ്യമായ മുഴുവൻ ഉൽപ്പന്നങ്ങളും സൂക്കിൽ ലഭ്യമാണ്. ഏറ്റവും മുന്തിയ ഗുണമേന്മയിലും കുറഞ്ഞ വിലയിലുമാണ് ലഭ്യമാവുക. ഇതിന്റെ ഭാഗമായി റിയാദിലെ ബത്ത്ഹ, സക്കാക്ക, ഹായിൽ, ജുബൈൽ എന്നീ ഹൈപ്പർ മാർക്കറ്റുകളിലും മറ്റ് ഔട്ട്ലെറ്റുകളിലും പ്രത്യേക റമദാൻ തമ്പുകളും സജ്ജീകരിച്ചു. 250-ൽ പരം ഉൽപ്പന്നങ്ങളാണ് സൂക്കുകളിൽ ലഭ്യമാവുക. സൂക്ക് എന്ന് കേൾക്കുമ്പോൾ പഴയ അറബ് നാഗരികതയാണ് നമ്മളെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തുന്നത്. അത്തരമൊരു പുനരാവിഷ്കാരമാണ് സിറ്റി ഫ്ലവർ സൂക്കിലൂടെ കസ്റ്റമർക്കായിട്ടൊരു ഷോപ്പിംഗ് അനുഭൂതിയാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ ഒരുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും വിലക്കുറവിലാണ് ഈ ഒരു അവസരത്തിൽ സിറ്റി ഫ്ലവർ നമ്മളെ കസ്റ്റമേഴ്സിനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. സൂക്കിന് പുറമെ ശീതീകരിച്ച ഭക്ഷണങ്ങൾ, ഫ്രഷ് ഫുഡ്, ഹോട്ട് ഫുഡ് ആൻഡ് ബേക്കറി, ക്ലീനിംഗ് ആൻഡ് ആക്സസറി, വീട്ടുപകരണങ്ങൾ, അലങ്കാരങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവയ്ക്കും വിലക്കിഴിവുണ്ട്. മീഡിയ 1 റിയാദ്. അതിവേഗത്തിൽ തയ്യാറാക്കാവുന്ന വിഭവങ്ങൾ പരിചയപ്പെടുത്തി ദുബായ് ഗൾഫ് ഫുഡിലെ ഈസ്റ്റേൺ പവലിയൻ. 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന പ്രാതലുകളാണ് ഈസ്റ്റേൺ ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷ്യമേളയിൽ അവതരിപ്പിക്കുന്നത്. 5 മിനിറ്റ്, അതിൽ നല്ല ആവി പറക്കുന്ന പുട്ടും ഇടിയപ്പവുമൊക്കെ റെഡി. നമ്മുടെ അടുക്കള ഇനി പഴയതുപോലെ ആകില്ല എന്നതാണ് ഈ ഗൾഫ് ഫുഡ് എക്സിബിഷനിൽ ഈസ്റ്റേൺ നൽകുന്ന ഉറപ്പ്. അധ്വാനം കുറച്ച് വേഗത്തിൽ പാകം ചെയ്യാൻ കഴിയുന്ന വിഭവങ്ങളാണ് 5 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന ശ്രേണിയിൽ കമ്പനി അവതരിപ്പിച്ചിട്ടുള്ളത്. 5-minute breakfast innovation, which is very, very pioneering for us. You know how long it takes to make puttu? Maybe 45 minutes. Or maybe an idli dosa maavu maybe will take sometimes overnight. You have to let it ferment. All of that now you can do it in 5 minutes, right? Which is something really, really, we think it's pioneering. പുട്ടിനും ഇടിയപ്പത്തിനും പുറമെ പാലപ്പം, നെയ്യുപ്പുമാവ്, ദോശ, ഇഡ്ഡലി എന്നിവയാണ് 5 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ശ്രേണിയിലുള്ളത്. റെഡി ടു ഈറ്റ് ഭക്ഷണത്തിനു വേണ്ടിയുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം കൂടി പരിഗണിച്ചാണ് ഈസ്റ്റേണിന്റെ പുതിയ വിഭവങ്ങൾ തീന്മേശയിലെത്തുന്നത്. മീഡിയ 1 ദുബായ്. ബഹ്റൈനിൽ ദുരിതത്തിലായ പ്രവാസി 7 വർഷത്തിന് ശേഷം നാട്ടിലെത്തി. ബുദ്ധിമുട്ടുകൾ കാരണം നാട്ടിലേക്കുള്ള യാത്ര മുടങ്ങിയ കൊല്ലം സ്വദേശിക്ക് എയർ ടിക്കറ്റും അവശ്യ സാധനങ്ങളടങ്ങിയ ഗൾഫ് കിറ്റും നൽകി. പ്രവാസി വെൽഫെയറിന്റെ ജനസേവന വിഭാഗമായ ടീം വെൽകെയറിന്റെ ഇടപെടലാണ് മടക്കയാത്രയ്ക്ക് വഴിയൊരുക്കിയത്. റിയൽ കേരള സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരങ്ങൾ നാളെ ജിദ്ദയിൽ നടക്കും. വൈകുന്നേരം 7:30 ഖാലിദ് ബിൻ വലീദിലെ റുസൂഖ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. സീനിയർ വിഭാഗത്തിൽ റീം യാംബുവും വിജയ് BFCയും തമ്മിൽ ഏറ്റുമുട്ടും. ഫൈനലിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഒമാനിലെ മലയാളികളായ എഞ്ചിനീയർമാരുടെ കൂട്ടായ്മയായ കേരള എഞ്ചിനീയേഴ്സ് ഫോറത്തിന്റെ വാർഷിക സ്പോർട്സ് ഡേ മസ്കത്തിലെ അൽ അമൽ സ്പോർട്സ് ക്ലബ്ബിൽ നടന്നു. പ്രധാന അത്ലറ്റിക് ഇനങ്ങൾക്ക് പുറമെ മുതിർന്നവർക്കും കുട്ടികൾക്കുമായി മാരത്തൺ, വടംവലി, ഫുട്ബോൾ തുടങ്ങിയവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. 750ഓളം അംഗങ്ങൾ പങ്കെടുത്ത മാർച്ച് പാസ്റ്റും അരങ്ങേറി.
SNDP ഒമാൻ യൂണിയൻ കുടുംബസംഗമത്തിൽ നടന്ന ചക്കലേലം ശ്രദ്ധേയമായി. 1.25 ലക്ഷത്തിന് മേൽ ഇന്ത്യൻ രൂപയ്ക്കാണ് ചക്കലേലത്തിൽ പോയത്. SNDP യൂണിയൻ ചെയർമാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയായിരുന്നു ലേലത്തിന് വെച്ചത്. SNDP ഗാലാശാഖ മെമ്പറായ KN രാജനാണ് ചക്ക ലേലത്തിൽ പിടിച്ചത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും വിവിധ കലാകായിക വിനോദ പരിപാടികളും ആവേശകരമായ വടംവലി മത്സരവും സംഗമത്തിന്റെ ഭാഗമായി നടന്നു. രാജേഷ് L, രാജേന്ദ്രൻ, ഹർഷകുമാർ TS, വസന്തകുമാർ, KR റിനേഷ് എന്നിവർ സംസാരിച്ചു. KKIC കുവൈറ്റ് സർഗവസന്തം ഇന്റർ മദ്രസ കലാമത്സരങ്ങൾ നാളെ നടക്കും. ഖൈതാൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ വെച്ച് നടക്കുന്ന കലാമേളയിൽ കിഡ്സ്, ജൂനിയർ, സീനിയർ എന്നീ 8 വിഭാഗങ്ങളിൽ മത്സരങ്ങൾ അരങ്ങേറും. കുവൈത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മദ്രസകളിലെ വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുക. KKIC ഭാരവാഹികൾ, മദ്രസ അധ്യാപകർ, PTA ഭാരവാഹികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. പ്രവാസികളുടെ ഏത് പ്രയാസത്തിലും വെളിപ്പുറത്തുണ്ടാവുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നവരാണ് KMCC കാരെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സൗദി KMCC സെന്റർ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പ്രസിഡന്റ് കുഞ്ഞിമോൻ കാക്കി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി അഷ്റഫ് വേങ്ങാട്ട് സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണവും ഹദിയത്തുർ റഹ്മ പദ്ധതി പ്രഖ്യാപനവും നടത്തി. ഹാഷിം എഞ്ചിനീയർ അവാർഡ് PK ബാവയ്ക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൈമാറി. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാനിലെ 17ാമത്തെ ഔട്ട്ലെറ്റ് മസ്കത്തിലെ അൽ അൻസബിൽ തുറന്നു. നെസ്റ്റോയുടെ ആഗോളതലത്തിൽ 135ാമത്തെ ഔട്ട്ലെറ്റാണിത്. 3 നിലകളിലായി വ്യാപിച്ചു കിടക്കുന്ന പുതിയ സ്റ്റോറിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ വലിയ ശേഖരം തന്നെ ഒരുക്കിയിട്ടുണ്ട്. മൾട്ടിനാഷണൽ റീറ്റെയിൽ ശൃംഖലയായ നെസ്റ്റോ ഗ്രൂപ്പ് ഒമാനിൽ തങ്ങളുടെ 17ാമത് ശാഖ തുറന്നു. മസ്കത്തിലെ അൽ അൻസബിലാണ് പുതിയ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് പൊതുജനങ്ങൾക്കായി തുറന്നത്. നെസ്റ്റോയുടെ ആഗോളതലത്തിലെ 135ാമത്തെ ഔട്ട്ലെറ്റാണിത്. പുതിയ സ്റ്റോർ ഒമാൻ മജ്ലിസ് ഷൂറ സെക്രട്ടറി ജനറൽ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ നാസർ അൽ നദബിയാണ് ഉദ്ഘാടനം ചെയ്തത്. സെയ്ദ് ഖാലിദ് മഹ്ഫൂസ് സലീം അൽ ബുസൈദി, നെസ്റ്റോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജമാൽ KP, ഡയറക്ടർമാരായ ഹാരിസ് പാലോളത്തിൽ, മുനീർ പാലോളത്തിൽ, മുജീബ് VTK, നെസ്റ്റോ മാനേജ്മെന്റ് ടീമിലെ മറ്റംഗങ്ങൾ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. മൂന്ന് നിലകളിലായി വ്യാപിച്ചു കിടക്കുന്ന പുതിയ സ്റ്റോറിൽ ഫ്രഷ് ഗ്രോസറി മുതൽ ഇലക്ട്രോണിക്സ്, ലൈഫ് സ്റ്റൈൽ കളക്ഷനുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഒമാനിലെ നെസ്റ്റോയുടെ വിപുലീകരണത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണിതെന്നും അടുത്ത 2 വർഷത്തിനുള്ളിൽ ഒമാനിൽ 10 സ്റ്റോറുകൾ കൂടി തുറക്കാൻ പദ്ധതിയിടുന്നതായും ഡയറക്ടർ ഹാരിസ് പാലോളത്തിൽ പറഞ്ഞു. മീഡിയ 1, മസ്കത്ത്. പൊതുജനാരോഗ്യത്തിന് ഭീഷണിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അബുദാബിയിൽ ലസ്സി ഷോപ്പ് അധികൃതർ അടപ്പിച്ചു. ഹംദാൻ സ്ട്രീറ്റിൽ പ്രവർത്തിച്ചിരുന്ന എമിറേറ്റ്സ് ലസ്സി കഫേ എന്ന സ്ഥാപനമാണ് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി അടപ്പിച്ചത്. കഴിഞ്ഞ ദിവസം അബുദാബിയിലെ ഒരു സൂപ്പർ മാർക്കറ്റും അധികൃതർ അടപ്പിച്ചിരുന്നു. റമദാനിൽ UAEയിലെ ഹൈപ്പർ മാർക്കറ്റുകളിൽ 5500-ലേറെ ഉൽപ്പന്നങ്ങൾക്ക് 65% വരെ വിലക്കിഴിവ് പ്രഖ്യാപിച്ചു. വില സ്ഥിരത ഉറപ്പാക്കാൻ 300-ലേറെ അവശ്യ ഉൽപ്പന്നങ്ങൾക്ക് പ്രൈസ് ലോക്ക് സംവിധാനം ഏർപ്പെടുത്തിയതായി ലുലു അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഷാർജ സെൻട്രൽ മാളിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ലുലു അധികൃതർ റമദാൻ ഓഫറുകൾ പ്രഖ്യാപിച്ചത്. ഹെൽത്തി റമദാൻ ക്യാമ്പയിന്റെ ഭാഗമായി ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങളടക്കം സ്പെഷ്യൽ ഭക്ഷണ വിഭവങ്ങളും ഉപഭോക്താക്കളിൽ എത്തിക്കുമെന്ന് ലുലു ഗ്ലോബൽ ഡയറക്ടർ MA സലീം പറഞ്ഞു. അപ് ടു 65% നമ്മൾ പ്രൊഡക്റ്റുകൾ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. മോർ ദാൻ 5000 പ്രൊഡക്ട്സുകൾ നമ്മൾ ഡിസ്കൗണ്ടിൽ പോകുന്നുണ്ട്. അത് ഓരോ സമയത്തിനനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇതുകൂടാതെ നമ്മളെല്ലാ കാറ്റഗറിയിലും ഒരുപാട് പ്രൊമോഷൻസ് ഉണ്ട്. പുതിയ ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സുകൾ കണ്ടുപോകാനും കൊണ്ടുവന്നിട്ടുണ്ട്. ഹോട്ട് ഫുഡിലായാലും ബേക്കറിയിലായാലും കുറേ ഇന്നോവേഷൻ പ്രൊഡക്ട്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ ഹെൽത്തി ഫുഡ്സിന് കണ്ടുപോകാനും പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. ലുലുവിന്റെ ഡിസ്കൗണ്ട് സ്റ്റോറുകളായ ലോട്ടിലും റമദാൻ ഓഫറുകൾ ഉണ്ടാകും. പല ഉൽപ്പന്നങ്ങൾക്കും 19 ദിർഹത്തിൽ താഴെയായിരിക്കും വില. ഉപഭോക്താക്കൾക്ക് റമദാൻ ഷോപ്പിംഗ് ഏറ്റവും സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ UAE സർക്കാരുമായി സഹകരിച്ചാണ് ഓഫറുകളെന്ന് ലുലു ഗ്രൂപ്പ് CEO സെയ്ഫി രൂപാബാല പറഞ്ഞു. ലുലു ഗ്രൂപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരായ ഷാബു അബ്ദുൽ മജീദ്, V നന്ദകുമാർ, മുജീബ് റഹ്മാൻ, ഇയാദ് മുഹമ്മദ്, പീറ്റർ മാർട്ടിൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, ഷാർജ.
IYCC ഇന്റർനാഷണൽ ബഹ്റൈനിലെ മുഹറഖ് അൽ ഹിലാൽ ആശുപത്രിയുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെയർമാൻ നിസാർ കുന്നംകുളത്തിങ്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി റംഷാദ് ഐലക്കാട്, മെഡിക്കൽ വിംഗ് കൺവീനർ അനസ് റഹീം എന്നിവർ സംസാരിച്ചു. ദുബൈയിലെ സൈക്കിൾ സ്കൂട്ടർ ട്രാക്കുകളുടെ ഗുണമേന്മ നിരീക്ഷിക്കാൻ സ്മാർട്ട് സംവിധാനം ഏർപ്പെടുത്തി ദുബൈ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ക്യാമറകളും സെൻസറുകളും ഘടിപ്പിച്ച ബൈക്കുകളാണ് ട്രാക്കുകൾ പരിശോധിക്കുക. അറ്റകുറ്റപ്പണി കാര്യക്ഷമമാക്കാനും സുരക്ഷ വർദ്ധിപ്പിക്കാനും ട്രാക്കുകളിൽ നിരീക്ഷണം നടത്തും. രാഷ്ട്രീയ അതിരുകൾ ഭേദിച്ച സൗഹൃദ സംഗമമായി മാറി പ്രവാസി വ്യവസായി സഫാരി സൈനുലാബിദീനെ കുറിച്ചുള്ള പുസ്തകത്തിന്റെ പ്രകാശനം. സാദിഖ് അലി തങ്ങൾ, സ്പീക്കർ AN ഷംസീർ, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, PK കൃഷ്ണദാസ് തുടങ്ങി പ്രമുഖരുടെ വലിയ നിര കോഴിക്കോട് നടന്ന പരിപാടിക്കായി എത്തി. പ്രവാസി വ്യവസായിയും സാമൂഹ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിലെ സജീവ സാന്നിധ്യവുമായ സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സൈനുലാബ്ദീൻ സഫാരിയെക്കുറിച്ച പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങാണ് രാഷ്ട്രീയ അതിരുകൾ ഭേദിച്ച സംഗമവേദിയായത്. സ്പീക്കർ AN ഷംസീർ ഉൾപ്പെടെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പാണക്കാട് സാദിഖ് അലി തങ്ങൾ, രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയാണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത്. PK കുഞ്ഞാലിക്കുട്ടി, PK കൃഷ്ണദാസ്, CN ചന്ദ്രൻ തുടങ്ങി വ്യത്യസ്ത രാഷ്ട്രീയ ചേരിയിലെ മുൻനിര നേതാക്കളെല്ലാം ഒരേ വേദിയിൽ അണിനിരന്നു. എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് സൈനുലാബിദീന്റെ വിശാലമായ സൗഹൃദത്തെക്കുറിച്ചും ജീവകാരുണ്യ പ്രവർത്തനത്തെക്കുറിച്ചും മാത്രം. ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ തന്റെ മുന്നിലേക്ക് വരുന്ന സാധാരണക്കാരനെ ചേർത്ത് പിടിക്കണം എന്ന ബോധമുള്ളൊരു മനുഷ്യനാണ് ശ്രീ ആബിദ് കെ എന്നുള്ളതാണ്. അതാണ് ആ മനുഷ്യന്റെ പരിപാടിയിൽ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി എല്ലാവരെയും ഇവിടെ എത്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഏത് പ്രതിസന്ധി ഘട്ടം നേരിടുന്ന സന്ദർഭത്തിലും അവിടെ ഓടിയെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ അദ്ദേഹം മറ്റാരെയും കാത്തു നിൽക്കാറില്ല. സൈനുലാബ്ദീൻ സഫാരി മറുപടി പ്രസംഗം നടത്തി. എന്തെന്നില്ലാത്ത ഞാൻ എങ്ങനെ ഈ സ്നേഹത്തിന് എൻ്റെ ഇനിയുള്ള ജീവിതം എന്ത് തിരിച്ചു കൊടുത്ത് എങ്ങനെയുള്ള സ്നേഹം കൊടുത്താണ് ഇതിന് ഞാൻ ആളുകളോട് നന്ദി രേഖപ്പെടുത്തുക എന്ന് ഞാൻ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. കൊയ്യോട് ഉമർ മൗലവി, കോഴിക്കോട് ഖാദി നാസർ ഹയി ശിഹാബ് തങ്ങൾ തുടങ്ങി വിവിധ മേഖലയിലെ പ്രമുഖരും ചടങ്ങിനെത്തി. സൈനുലാബ്ദീനെ കുറിച്ച പ്രമുഖരുടെ സൗഹൃദ ഓർമ്മകൾ കോർത്തിണക്കിയതാണ് സൈനുലാബ്ദീൻ എന്ന സൗഹൃദ നിലാവുളി എന്ന പുസ്തകം. കണ്ണൂർ ആസ്ഥാനമായ കൈരളി ബുക്സാണ് പ്രസാധകർ. മീഡിയ 1 കോഴിക്കോട്. ബഹ്റൈനിലെ സ്വകാര്യ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും കുറഞ്ഞ അളവിൽ സ്വദേശിവൽക്കരണം ഏർപ്പെടുത്താനുള്ള നിയമ ഭേദഗതിക്ക് ശൂറ കൌൺസിൽ അംഗീകാരം നൽകി. തസ്തികകളിൽ യോഗ്യരായ സ്വദേശി ഉദ്യോഗാർത്ഥികൾ ഇല്ലാത്ത പക്ഷം വിദേശ തൊഴിലാളികളുടെ നിയമനം പരിഗണിക്കും. ആരോഗ്യരംഗത്ത് പൊതുമേഖലയിലെ പോലെ സ്വകാര്യ മേഖലയിലും സ്വദേശിവൽക്കരണം ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെടുന്ന MP-മാരുടെ നിർദ്ദേശം ബഹ്റൈൻ പാർലമെന്റ് നേരത്തെ ചർച്ച ചെയ്തിരുന്നു. 2015 പ്രൈവറ്റ് മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം ഇതിനായി ഭേദഗതി ചെയ്യണമെന്നുള്ള നിർദ്ദേശം ഡോക്ടർ ജമീല ബിൻ സൽമാൻ അധ്യക്ഷയായ സേവന സമിതിയാണ് അവതരിപ്പിച്ചത്. സ്വകാര്യ ആരോഗ്യ മേഖലയിലെ 50% തസ്തികകളിൽ സ്വദേശിവൽക്കരണം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശത്തിന് MP-മാർ അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ കുറഞ്ഞ അളവിൽ സ്വദേശികൾക്ക് നിയമനങ്ങളിൽ മുൻഗണന നൽകണമെന്ന നിർദ്ദേശമാണ് ശൂറ കൌൺസിൽ അംഗീകരിച്ചത്. ആരോഗ്യ മേഖലയിലെ തൊഴിലവസരങ്ങളിൽ ബഹ്റൈനിലെ സ്വദേശികൾക്ക് മുൻഗണന ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്നും രാജ്യത്ത് മതിയായ യോഗ്യതയുള്ള സ്വദേശികളായ പ്രൊഫഷണലുകളുടെ ലഭ്യത സുപ്രീം കൌൺസിൽ ഫോർ ഹെൽത്ത് ഉറപ്പാക്കണമെന്നും ഡോക്ടർ ജമീല നിർദ്ദേശിച്ചു. വിദേശ തൊഴിലാളികളുടെ നിയമനങ്ങൾ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയുമായി തൊഴിൽ മന്ത്രാലയം നടത്തുന്ന കൂടിയാലോചനകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ബിൽ സംബന്ധിച്ച പാർലമെന്റിന്റെ 2ാം അവലോകനത്തിനും രാജാവിന്റെ അന്തിമ അംഗീകാരത്തിനും വിധേയമായാണ് നടപ്പിലാവുക. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. UDF RMPI കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷാഫി പറമ്പിൽ MPക്ക് ബഹ്റൈനിൽ സ്വീകരണം ഒരുക്കുന്നു. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ സഹകരണത്തോടെ ഹൃദ്യം 2025 എന്ന പേരിൽ ഒരുക്കുന്ന സ്വീകരണ പരിപാടി ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വാഗത സംഘം ചെയർമാൻ KC ഷമീം, ജനറൽ കൺവീനർ PK ഇസ്ഹാഖ് വില്യാപ്പള്ളി, ഷാജഹാൻ പരപ്പൻപൊയിൽ, നിസാർ കുന്നംകുളത്തിങ്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തണൽ ബഹ്റൈൻ ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന കുടുംബസംഗമവും വനിതാവേദി രൂപവൽക്കരണവും നാളെ നടക്കും. ചെയർമാൻ ഡോക്ടർ ഇദ്രീസ് പരിപാടിയിൽ മുഖ്യാതിഥിയാകും. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സെഗിയയിലെ BMC ഹാളിലാണ് സംഗമം നടക്കുക. ഇടവേള.